ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി ഉള്ളൂ അല്ലേ സ്കൂൾ തുറക്കാൻ. കണ്ടില്ലേ ഇവിടുത്തെ മേളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വീക്ക്ലി ക്ലീനിങ് റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്, കിച്ചൺ ക്ലീനിങ്. ശരിക്കും എൻ്റെ പ്ലാൻ ഇതല്ലായിരുന്നു കേട്ടോ. മക്കളെ സ്കൂളിലേക്ക് വിടുന്നതിന് മുൻപ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് ഞാനിന്ന് ഉൾപ്പെടുത്താനിരുന്നത്. ബാഗ് കഴുകുക, ചെരുപ്പൊക്കെ കഴുകി വെക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ രാവിലെ നല്ല മൂടലാണ് കേട്ടോ. ഇപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള കഴുകലാണ് ഈ നടത്തുന്നത്. അപ്പം ഇന്നിനി പുറത്തേക്ക് ഇറങ്ങിയുള്ള ജോലിയൊന്നും നടക്കും തോന്നുന്നില്ല, കാരണം വെയിൽ തീരെ വരില്ല. സാധാരണ ആഴ്ചയിൽ ഇത് ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് നടക്കുന്നില്ല കേട്ടോ. നമ്മൾ മിക്കവാറും അവധിയായത് പിന്നെ പുറത്തേക്ക് പോവുക, വേറെ ഓരോരോ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത് നടക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ക്ലീൻ ചെയ്തിടാം. ഇനി ഇപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കാറായില്ലേ, അതിന് മുന്നേ നമ്മൾ കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. രാവിലെ എപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ എന്തായാലും വാഷ് ബേസിനും ആ ഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിടുന്നാൽ എല്ലാ ദിവസവും അത് സോപ്പിട്ട് കഴുകി ഇടാറുണ്ട്. എങ്കിലും ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എത്ര വൃത്തിയാക്കി ഇട്ടാലും ഈച്ച കൊതുകൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ കഴുകി തുടച്ച് തന്നെ ഇടണം. ആ ഒപ്പം തന്നെ ആഴ്ചയിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നതെല്ലാം എടുത്തൊന്ന് തുടച്ച് വെക്കാം. ഉപ്പ് വയ്ക്കുന്ന ഭരണി, എണ്ണ വയ്ക്കുന്ന ബോട്ടിൽ, അതൊക്കെ നമുക്ക് തുടച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ചൊരു ഈച്ചയൊക്കെ കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഞാൻ വേറെ പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. വെറുതെ തുണി നനച്ചിട്ടാണ് തുടയ്ക്കുന്നത്. ഞാനിത് ചെയ്യുന്ന സമയത്ത് അത്ര ഈച്ച ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ചക്കയൊക്കെ ബാക്കി വീണ് ചീഞ്ഞ്, മാങ്ങയൊക്കെ ചീഞ്ഞ് പരിസരത്തൊക്കെ വീണ് കഴിയുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരുന്നത്. ഞാൻ ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ക്ലീനിങ് ചെയ്തപ്പം വേറൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല വർക്കായിട്ടുണ്ട്, ഈച്ച പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാവേ. നമ്മളെത്ര ചെറുതായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാലും കുറേ സമയം എടുക്കുമല്ലേ ഇതെല്ലാം ചെയ്ത് തീരാൻ വേണ്ടി. ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ ഒപ്പം ചെയ്തെന്ന് വരും. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ അത്രയും നല്ലതല്ലേ. മക്കളെ എല്ലാം റെഡിയാക്കി വിടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കും കൂടെ ഒന്ന് റെഡിയായി ഇരിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ കുറച്ച് സ്ലോ ആയിട്ടാണല്ലോ എല്ലാ ജോലിയും ചെയ്തു തുടങ്ങുന്നത്. പിന്നെ ഒരാഴ്ച ഇനി എടുക്കും അവർ പോയി തുടങ്ങിയാലും നമ്മളൊന്ന് യൂസ്ഡ് ആവാൻ, എല്ലാ കാര്യങ്ങളും ഒന്ന് ടൈം മാനേജ് ചെയ്ത് വരാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോൾ രാവിലെ കുക്കിംഗ് ഒക്കെ എല്ലാ ദിവസവും കഴിയുന്നതാണ് കേട്ടോ. പിന്നെ മൂത്ത മോന് ഓൾറെഡി ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് ട്യൂഷനൊക്കെ രാവിലെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേക്കലൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സമയം ഇരുന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് ടൈമൊക്കെ മാനേജ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് നേരത്തെ ഇതൊക്കെ ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരാഴ്ച നമുക്ക് നേരത്തെ നമ്മുടെ റുട്ടീനും കൂടി ഒന്ന് കറക്റ്റാക്കി എടുക്കാം. കാരണം ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ മക്കളും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല. മൂത്ത ആളുകൾ ചിലപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിൻ്റെ ഇളയ കുട്ടികൾ ചിലപ്പോൾ അത്ര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഓക്കെ ആയിരിക്കണം എന്നില്ലല്ലോ. എല്ലാ ദിവസവും ഒരേ എനർജിയിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റിയെന്നും വരില്ല കേട്ടോ. ആ സമയത്താണ് നമുക്ക് ഏറ്റവും അധികം ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഡീപ്പ് ക്ലീനിങ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. കബോർഡിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊന്നും എടുത്ത് മാറ്റുന്നില്ല, പുറമേ മാത്രമാണ് തുടയ്ക്കുന്നത്. എപ്പോഴും തുടയ്ക്കുന്നത് ഈ ഏരിയ മാത്രമാണ്. ബാക്കി മുകളിലേക്കുള്ളതോ ഒന്നും തുടയ്ക്കാറേ ഇല്ലല്ലോ. അപ്പോൾ ഗ്ലാസ്സൊക്കെ നമുക്ക് തുടയ്ക്കാം. നമ്മളിങ്ങനെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോഴേ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ചെയ്ത് വരുമ്പോഴേക്കും സമയം പോകുന്നതും അറിയില്ല. നമ്മൾ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഒരു സൈഡിലെ കബോർഡ് എനിക്ക് താഴെ നിന്നാലേ എത്തും കേട്ടോ. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കയറി നിന്നാലേ തുടയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും അവിടെ തുടയ്ക്കാനായിട്ട് വിട്ടുപോകുന്നതും. ഇതിപ്പോൾ ഞാൻ വെറുതെ വെള്ളം നനച്ചിട്ട് തുണിയും കൊണ്ട് തുടച്ചിട്ട് 1-2 തവണ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയും കൂടെ കിട്ടുമല്ലോ. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ വലയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് തുടച്ച് മാറ്റാം. ഇനി എടുത്ത സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ തുടച്ച് തിരിച്ചു വെക്കാവേ. ആ കൈയോടെ തന്നെ ആ പണിയും കൂടെ കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് എല്ലാം റെഡിയാക്കിയിടാം. ഈ കിച്ചൺ ഒരു കുഞ്ഞു കിച്ചൺ ആയതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അതുപോലെ സജഷൻസൊക്കെ കമൻസിൽ അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ഇതാ ഒരു സൈഡിലെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡിൽ കൗണ്ടർ ടോപ്പിലാണ് ഞാൻ കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ അധികമൊന്നും തുടയ്ക്കുന്നില്ല. അതിൻ്റെ മുകളിലൊക്കെ തുടച്ചിട്ടാണ് ഞാൻ ആദ്യം എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചത്. എപ്പോഴും കുക്ക് ചെയ്തത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ആ സൈഡ് കഴുകിയിടാറ്. അപ്പോൾ ഇനി താഴത്തെ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡോറെല്ലാം ക്ലീൻ ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല. ഞാൻ കംഫർട്ടിൻ്റെ ആ കുപ്പിയിലേക്ക് വിനാഗിരിയും സോഡാപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് ഉപയോഗിച്ചിട്ടാണ് അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കുന്നത്.
താഴ്ഭാഗത്തേക്ക് കൂടുതലും മിക്കവാറും മാവും അതും ഇതൊക്കെ വീഴാറുണ്ട്. എൻ്റെ കൂടെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ മിക്കവാറും മക്കൾ വന്ന് നിൽക്കാറുണ്ടല്ലോ. മോളാണെങ്കിൽ എപ്പോഴും ഓരോന്നോരോന്ന് വന്ന് എടുക്കാറുണ്ട് എൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഓരോന്നൊക്കെ തട്ടി വീഴുന്നത് അപ്പോൾ തുടച്ചാലും പിന്നെയും എന്തെങ്കിലുമൊക്കെ പാടും കറയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് താഴേക്ക് നല്ലതായിട്ട് തുടയ്ക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഭാഗവും നല്ല രീതിയിൽ സമയം എടുത്തിട്ടാണ് കേട്ടോ താഴ്ഭാഗത്ത് തുടയ്ക്കുന്നത്. മിക്കവാറും മേളിൽ ഉള്ള കാര്യങ്ങളാണല്ലോ വേഗം വേഗം ചെയ്തിട്ട് നമ്മൾ തുടച്ചിട്ട് പോവുക. താഴേക്ക് വല്ലപ്പോഴും അല്ലേ തുടയ്ക്കലുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മക്കൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ടി വി ഒക്കെ കണ്ടിരിക്കുക. ഇനി എപ്പോഴാണ് വിശക്കുന്നതെന്ന് പറഞ്ഞ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ വേഗം ഞാനൊന്ന് പണി തീർക്കാൻ നോക്കുമായിരുന്നു. മിക്കവാറും ഞാനിങ്ങനെ തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു സൈഡ് ക്ലീൻ ചെയ്യുക. അങ്ങനെയാണ് ക്ലീനിങ് എഫേർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ ചെയ്യുമ്പോൾ മിക്കവാറും മടുത്തു പോകാറുണ്ട്. ഇതിപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു തിരിക്കുന്നതാണ് കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി കുപ്പിയിലാക്കി വെക്കണം. ആ പണി ഉള്ളിന്ന് കുറച്ച് നേരം ആകുമ്പോൾ ഇറങ്ങി വരും. അപ്പോൾ പണി കൂടും. മോളൊന്ന് ചുമച്ച സമയത്ത് ഞാൻ എന്താ ചുമച്ചത്, പച്ചവെള്ളം വല്ലതും കുടിച്ചോ എന്ന് ചോദിച്ചതിന് പറഞ്ഞ മറുപടിയാണത്. പിന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേഗം ചോറ് കൊടുത്തു കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലുള്ള അതൊക്കെ ഞാൻ സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വിനാഗിരി സോഡാപ്പൊടിയൊക്കെ ഉള്ളത്. അതൊന്ന് കഴുകി എടുക്കുകയാണ്. ഇപ്പം ഞാനിതിൻ്റെ ആ ബർണറങ്ങ് മാറ്റി. നേരത്തെ ശരിക്കും അത് കത്തത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ കുറേ കഴുകിയതാണ്, ക്ലീൻ ചെയ്തിട്ടൊന്നും അത് ശരിയാവുന്നേ ഇല്ലായിരുന്നു. എന്നിട്ട് അതൊരു കോട്ടൺ തുണിയിലേക്ക് പൊതിഞ്ഞ് വെക്കാം, വെള്ളം വലിയാൻ വേണ്ടി. പിന്നെ ബാക്കി സോപ്പ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് വെറുതെ കളയണ്ടല്ലോ. അത് വെച്ചിട്ട് ഞാൻ ആ വാഷ് ബേസിനൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. എന്തായാലും ഈ വിനാഗിരി സോഡാപ്പൊടി അത് നല്ല മിക്സാണ് കേട്ടോ. അത് വെച്ച് കഴുകിയാൽ എപ്പോഴും നല്ല തിളക്കം കിട്ടാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ചെയ്യുന്നത്, എങ്കിലും നല്ലതാണ്. അത് വെച്ച് കഴുകി കഴിയുമ്പോൾ വേറൊരു പ്രത്യേക തിളക്കമാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഞാൻ കംഫർട്ടിൻ്റെ കുപ്പിയിൽ ഇത് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പാത്രം കഴുകുന്ന ആ ലിക്വിഡൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. വെറുതെ വിനാഗിരി, സോഡാപ്പൊടി, കംഫർട്ട് അത്രയും മാത്രമാണ് അതിൽ ചേർത്ത് വെച്ചിരുന്നത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് തറയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ കൂടുതൽ എടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലുള്ള ബർണറൊക്കെ തിരിച്ചതുപോലെ തന്നെ വെക്കാം. ഇപ്പോൾ എല്ലാം നല്ലതായിട്ട് ഉണങ്ങിയിരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് വെക്കാം. അങ്ങനെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്ത് വെക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കാം. കഴിഞ്ഞ മാസമൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിലൊന്നും ഇല്ലായിരുന്നല്ലോ. ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്ത് വെക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. കുപ്പിയെല്ലാം കാലിയായിട്ടില്ലായിരുന്നു. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ തീർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ തീർന്നതിലേക്കൊക്കെ ബാക്കി വാങ്ങി വെച്ചിട്ടുള്ളതൊക്കെ എടുത്ത് വെക്കാം. പോപ്കോൺ ആണ് കേട്ടോ മോള് വന്ന് വാങ്ങിച്ചിട്ട് പോയത്. സാധനം വാങ്ങാൻ ഇത്തവണ അവരും കൂടെ വന്നായിരുന്നു. അപ്പോൾ മോൾ എടുത്തതായിരുന്നു, അത് ഓർത്ത് വാങ്ങിക്കൊണ്ട് പോയി. ഇപ്പം തന്നെ ഉണ്ടാക്കി തരണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ജോലി ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു വിട്ടതാണ്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും എന്നെ മഴ ചതിച്ചു കേട്ടോ. അതാ കറണ്ട് പോയി. ഈ സമയം തൊട്ട് കറണ്ട് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. Thank you.